ധൂമകേതു പൃഥ്വിയെ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലം പതിച്ചാൽ സർവനാശമായിരിക്കും. ഇത് കാരണം പൃഥ്വിന് തന്നെ ആപത്തുണ്ട്. ടോമി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വരണം. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വരണം. മേജർ ജെല്ലി കഴിക്കും. ജെല്ലി കഴിക്കും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. ഗുരു, ഞാൻ കൊതിവിടുന്ന പോലെ ഗുരുവും കൊതിവിടുന്നുണ്ടല്ലോ. എങ്ങനെ കൊതിവിടാതിരിക്കും പോലെ? അതിന്റെ ടുമ്മക് 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 ചാട്ടം കണ്ടില്ലേ? മേജർ സാറേ, ഞങ്ങൾക്ക് ജെല്ലി തന്നുകൂടെ? സാവധാൻ, അറ്റൻഷൻ. ഗുരുവും പോലെയും ഇപ്പോൾ പരേഡ് ചെയ്യുന്നതാണ്. പരേഡ് ചെയ്യൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് റൈറ്റ്. ഇപ്പോൾ മേജർ മനസമാധാനത്തോടെ ജെല്ലി കഴിക്കും. മനസമാധാനത്തോടെ കഴിക്കും. ദം ദം കേട്ടപ്പോൾ ഓർമ്മ വന്നു. അരെ thum 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 tumbaka tumbaka thum 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 tumbaka tumbaka thum thum अरे thum 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 मिले जली हो भूख कम अरे thum 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 tumbaka tumbaka thum thum अरे thum 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 tumbaka tumbaka thum thum अरे thum. സാവധാൻ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി എനിക്ക് വേണ്ടി ജെല്ലി കൊണ്ടുവന്നില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾ എന്റെ മുന്നിൽ വരരുത്. ടോമി, ശത്രുക്കളെ പുറത്താക്കണം. പുറത്ത് ആക്കണം. മേജർ സാറേ, ഞങ്ങൾ 2 നിമിഷത്തിൽ പോയിട്ട് 5 നിമിഷത്തിനുള്ളിൽ ജെല്ലി വാങ്ങിക്കൊണ്ടുവരാം. ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇവിടെ ഉള്ളതല്ലേ എന്റെ മുത്തശ്ശന്റെ അമൂല്യമായ ശേഖരങ്ങളാണ്. എന്റെ പൊന്ന് ഇറ്റാലിയൻ അണ്ണാ, ഇങ്ങനെ സംസാരിക്കുന്നത് വിട്ടിട്ടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ജെല്ലി ഉണ്ടെങ്കിൽ എടുത്തു താ. മമ്മീയ, ആൽബർട്ടോയുടെ വീട്ടിൽ കിട്ടാത്തതായിട്ട് ഒരു സാധനവും ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. ആവശ്യമുള്ളത് നോക്കിയെടുക്ക്. എന്നെ കുറച്ചു നേരം സമാധാനമായി ഉറങ്ങാൻ വിട്ടേക്ക്. എവിടെ എവിടെ പോയി? അവസാനം കിട്ടി ഗുരു. ദാ നോക്ക്, ടേസ്റ്റി ജെല്ലി. ആ കൊള്ളാം കൊള്ളാം. കണ്ടോ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ജെല്ലിയുടെ ചന്തം? ഇനി കണ്ടോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വസന്തം. സത്യാണ് ഗുരു, ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. വേണ്ട പോലെ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നിന്റെ കൊതി ഒന്ന് മറക്ക്, അല്ലെങ്കിൽ മേജറിന്റെ കയ്യിൽ നിന്ന് കിട്ടും നല്ല കിഴുക്ക്. ഞാൻ ഇതിൽ നിന്നും മുഴുവനല്ല കഴിക്കാൻ പോകുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷണമാണ്. ഗുരു, എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. എടാ എടാ എന്റെ ചക്കര പോലെ, നിനക്ക് സംഭവിച്ചിരിക്കുന്നത് ചെറുതല്ല, വലുതായാണ് സംഭവിച്ചിരിക്കുന്നത്. നീ ഒരുമാതിരി കൊന്നത്തെങ്ങ് പോലെ ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോയല്ലേടേ. എന്റെ പൊന്നു പോലെ, നിന്നെ പഴയതുപോലെ ഞാൻ എങ്ങനെ മാറ്റിയെടുക്കൂടാ? ഗുരു കണ്ടോ, ഞാൻ വളർന്ന് വലുതായി. ദൈവമേ, ഇവന്റെ ഒരു കാര്യം. എടാ പോലെ, എനിക്ക് മാത്രമല്ല നീ വളർന്നു എന്നുള്ള കാര്യം ഇന്ന് ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി കാണും. നല്ല ശബ്ദത്തിൽ പറ ഗുരു, എനിക്ക് ഒന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോ ഈ പട്ടണം എങ്ങനെ ഉണ്ടാവുന്നെന്ന് നോക്കട്ടെ. എടാ നിക്കടാ പോലെ, നിക്ക് നിക്ക്. ഞാനിനി എന്ത് ചെയ്യും? എന്റെ പപ്പടം എല്ലാം പോയോ? പപ്പടം ചേച്ചി, അവന് വേണ്ടി ഞാൻ നമിക്കാം. എനിക്ക് വേണ്ടി അവനോട് ക്ഷമിക്കണം. എങ്ങനെയുണ്ട് എന്റെ പുതിയ വണ്ടി? ഇത് വെച്ച് ഞാൻ കലക്കും. ഡിഷും ഡിഷും
ഓ എന്റെ ആശാനെ, ഈ ആൾക്കാരെല്ലാം എന്തിനാ എങ്ങനെ കിടന്ന് ഓടുന്നത്? മുന്നോട്ടൊന്ന് നോക്ക്, അല്ലെങ്കിൽ ആശാൻ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഈ വണ്ടിയുടെ കാര്യം പോക്കാ. ഒന്നും മിണ്ടായിരിക്കേ. ഓ എന്റെ ആശാനെ, ഇവനെങ്ങനെയാ ഇത്രയും വലുതായത്? ഇത് വച്ച് ഞാൻ അവനൊരു പണി കൊടുക്കും. 8ന്റെ പണി. എങ്ങനെ? ഈ വളർന്ന് പന്തലിച്ച പോലെ നശിപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ആ എനിക്ക് വിശന്നപ്പോ ആഹാരം കിട്ടി. എന്തായാലും കലക്കി ഈ കേക്ക് കഴിച്ചേക്കാം. കേക്ക് തിന്നാലുടൻ പോലെ ഉറങ്ങിക്കൊള്ളും. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. എല്ലാവർക്കും ഉറക്കത്തിൽ സ്വപ്നം വരും, പക്ഷെ എനിക്ക് സ്വപ്നത്തിലാ സ്വപ്നം വരുന്നത്. ആശാനെ, ആശാൻ ഇവനിട്ട് പണി കൊടുക്കാൻ നോക്കി. ഒന്ന് അല്പം മാറിയെങ്കിൽ നമ്മുടെ പണി തീർന്നേനെ. അടുത്ത പ്ലാൻ പറയ്. അങ്ങയുടെ ഹൃദയത്തിനകത്ത് എന്താ സ്വരങ്ങൾ അടഞ്ഞു നിൽക്കുകയാണോ? നമ്മൾ ഇവനെ കെട്ടിവയ്ക്കും. എങ്ങനെ കെട്ടുമെന്ന് വെച്ചാൽ ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത വിധത്തിൽ. കേട്ടോളൂ നാട്ടുകാരെ, ഈ പോലെ എന്ന രാക്ഷസനെ ഇങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് ആപത്താണ്. അതുകൊണ്ട് ഇവനെ ആദ്യം കെട്ടിവെക്കണം, എല്ലാ വശത്തു നിന്നും. എടാ മൈക്കൽ ലാലേ, നീ എന്തിനാണ് ബോലയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചെണ്ട കെട്ടുന്നത് പോലെ എന്തിനാണ് എന്റെ ബോലയെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ബോലയെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ? വന്നിരിക്കും അഴിച്ചു വിടാനായിട്ട്. പട്ടണ നിവാസികൾക്ക് ഒരു പ്രത്യേക അറിയിപ്പ്. അവരെല്ലാം അവരവരുടെ ജീവൻ രക്ഷിച്ചോണം. അപകടകാരിയായ ധൂമകേതു പൃഥ്വിയെ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ധൂമകേതുവിന്റെ അറ്റാക്കാണ്. ഇത് തടഞ്ഞില്ലെങ്കിൽ ഈ ലോകം തന്നെ നശിച്ചു പോകും. ടോമി, ധൂമകേതുവിനെ അറ്റാക്ക് ചെയ്യണം, അറ്റാക്ക് ചെയ്യണം. അയ്യോ എന്റെ അമ്മേ, ഇതാണോ ധൂമകേതു എന്ന് പറയുന്നത്? ഇതിൽ നിന്ന് എല്ലാരെയും രക്ഷിക്കാനുള്ള കഴിവ് നിനക്കേ ഉള്ളൂ. എടാ എഴുന്നേക്ക്, എഴുന്നേക്കടാ പോലെ. എടാ പോലെ, എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും? തക്കതിമി താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തമാടി. छुरा छुरा नहीं मेरे भोले को, सोए हुए आग के गोले को, वरना तू फट जाएगा, पत्थरों में बढ़ जाएगा. धूम 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 केतु धूम केतु धूम 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 केतु धूम केतु धूम धूम केतु धूम 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 केतु धूम 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 केतु धूम 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 धूम. Ketu dhum, ketu dhum, ketu dhum. പോലെ, നീ ആകാശത്ത് നിന്നും തിരിച്ചു വന്നു, ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു തന്നു. പോലെ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. കഴിക്കാൻ കുറച്ച് ജെല്ലി കിട്ടോ? ആഹാ, അത് എന്നോട് ചോദിക്കേണ്ടതുണ്ടോ? ഞാൻ വാങ്ങിത്തരാം.